ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സെക്കൻഡ് ഷോ കാണാൻ പുറത്തു പോയി വരാൻ വേണ്ടി സാധിക്കുന്നതിലേക്ക് ഇത് മാറിയിരിക്കുന്നത്. ആ പദ്ധതികൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തട്ടിമാറ്റി അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ പേരാണ് LDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പാലം എന്നുള്ളതൊരു സ്വപ്നം മാത്രമാകുകയായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, ലോകത്തെവിടെയുമുള്ള മലയാളികളാകെ ശ്രദ്ധയോടുകൂടി കണ്ട ഒരു പദ്ധതിയാണ് പെരുമ്പളം പാലം. ഏറ്റവും വലിയ, നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ കായലിന് കുറുകെയുള്ള നീണ്ട ഒരു പാലം, 1 കിലോമീറ്ററിലധികം നീണ്ടിയ ഒരു പാലം. ആ പ്രദേശത്തുള്ളവർ മാത്രമല്ല, സോഷ്യൽ മീഡിയയുടെ ഈ ലോകത്ത് ഇതിൻ്റെ നിർമ്മാണം ലോകമാകെയുള്ള മലയാളികൾ ആഘോഷിക്കുകയായിരുന്നു. ഇന്ന് ഇതിൻ്റെ ഉദ്ഘാടനവും ലോകത്താകെയുള്ള മലയാളികൾ വലിയ നിലയിലേക്കുള്ള പ്രചാരണമായി സാമൂഹിക മാധ്യമങ്ങളിലൂടെ മാറ്റിക്കഴിഞ്ഞു. ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഒരു പ്രതീക്ഷയായിരുന്നു. ഞാൻ ഓർക്കുന്നു, യുവജന സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന സമയം അതിൻ്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിനും മറ്റുമായുള്ള പരിപാടികൾക്ക് ഇവിടെ വന്ന സമയത്തുള്ള ഈ പ്രദേശത്തെ ജനങ്ങൾ എങ്ങനെയാണ് ഈ പാലമില്ലാത്തൊരു കാലത്ത് പ്രയാസങ്ങൾ അനുഭവിച്ചതെന്ന് മനസ്സിലാക്കിയിട്ടു. ഒരു അസുഖം വന്നാൽ ആശുപത്രിയിലെത്തിക്കാൻ, അതല്ലെങ്കിൽ പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ഒക്കെ സാധിക്കാത്ത സ്ഥിതി. ഇന്ന് അതിന് പരിഹാരമായിരിക്കുന്നു. ഇവിടെ ചിലർ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇനി ഈ നാട്ടിലെ ജനങ്ങൾക്ക് സെക്കൻഡ് ഷോ കാണാൻ പുറത്തു പോയി വരാൻ വേണ്ടി സാധിക്കുന്നതിലേക്ക് ഇത് മാറിയിരിക്കുന്നത്. ഇതെങ്ങനെ സാധിച്ചു എന്നുള്ളത് മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. 2016 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അല്ലായിരുന്നു അധികാരത്തിൽ വരുന്നതെങ്കിൽ ഈ പാലം എന്നുള്ളതൊരു സ്വപ്നം മാത്രമാകുകയായിരുന്നു എന്നുള്ളതൊരു വസ്തുതയാണ് എന്നുള്ളത് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്നത്തെ മന്ത്രിമാരെയും അന്നത്തെ MLA ഒക്കെ കുറിച്ച് നിലവിലുള്ള MLA പറഞ്ഞതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. ഇനി 2021 മെയ് മാസം 20 ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF സർക്കാർ അല്ല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പാലം ഉണ്ടാകില്ലായിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. ജനങ്ങളുടെ പ്രയാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ആ പദ്ധതികൾ ഏത് പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തട്ടിമാറ്റി അത് നടപ്പിലാക്കുകയും ചെയ്യുന്ന സർക്കാരിന്റെ പേരാണ് LDF സർക്കാർ. മുഖ്യമന്ത്രിയുടെ പേരാണ് ശ്രീ പിണറായി വിജയൻ.